Good morning. Yesterday in the last class we started with the training methods and techniques. Clear? Today we are going to see what is coaching, because in the last class we have seen what is job instruction training. Job instruction training was commonly known as JIT, and today we are going to see what is coaching. As the word suggests itself, you people will be knowing what is coaching. On the job coaching by the supervisor is very important task in the training, whole training purpose. Right, coaching ennu parayumbol thanne namukku what comes in your mind is that the sports students will be knowing daily activity, daily training activity that comes. Daily ennum nadathana oru type of training aanu. Clear? And the feedback is generated from the employees on that day itself. Feedback is generated on that day. So it is a continuous process. C എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതാൻ മറന്നു പോകരുത്. It is a continuous process. Continuous assessment എന്നൊക്കെ പറയില്ലേ, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ക്ലിയർ? അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. ക്ലിയർ? ഇറ്റ്സ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡൻസ് ഇസ് ഇൻവോൾവ് and even extensive demonstration ഭയങ്കര എക്സ്റ്റെൻസീവ് ആവും. കാരണം ആ ഒരു ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ആണ് ട്രെയിനിങ്ങിലുള്ളത്. റൈറ്റ്. സോ പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വേണ്ടത് എന്താ വെച്ചാൽ, കോച്ചിന് സ്കില്ലില്ലാച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. So the adequate skill must be possessed by the coach. Coach should have the adequate skill always. Otherwise, this coaching itself will come to an end. Effectiveness of coaching depends upon the patience and communication skill of the coach. So even C എന്ന് പറയുമ്പോൾ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, പ്രോപ്പർ ആദ്യം പറഞ്ഞ C എന്തായിരുന്നു? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. പിന്നെ ഡെയിലി ടേണിംഗ് ആൻഡ് ഗിവിങ് ഫീഡ്ബാക്ക്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞിരുന്നു. സോ ഫസ്റ്റ് സി ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ. ആൻഡ് വൺ മോർ സി വി ആർ ഗിവിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ മസ്റ്റ് ബി പൊസസ്ഡ് ബൈ ദ കോച്ച്. കോച്ചിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടാവണം. Clear? The coach has to explain the appropriate ways of doing things, make clear why some actions are taken, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഒബ്സർവേഷൻ ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദ ട്രെയിനീസ് മസ്റ്റ് ബി ഏബിൾ ടു ഒബ്സർവ് ഫ്രം ദ കോച്ച് വാട്ട് ഹീ ഈസ് ഡൂയിങ്. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാനുള്ള ഒരു നേച്ചർ ഉണ്ടാവണം. ക്ലിയർ? ആൻഡ് ഗിവ് സജഷൻസ്. എല്ലാ ഓൾട്ടർനേറ്റീവും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. മിക്കവാറും നമ്മൾ ഫുട്ബോൾ കോച്ചിങ് അങ്ങനെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫുട്ബോൾ അല്ല, ദാറ്റ് ടൈപ്പ് ഓഫ് കോച്ചിങ് ഈസ് ഗിവൺ ഇൻ ദ ഓർഗനൈസേഷൻ ടു എൻഹാൻസ് ദ സ്കിൽ. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ആ സ്കിൽ എൻഹാൻസ്മെന്റ് ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ക്ലിയർ? ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് കോച്ചിങ്. ആൻഡ് നെക്സ്റ്റ് ഇസ് മെൻറ്ററിങ്. മെൻറ്ററിങ് ആണ് നമ്മുടെ കോളേജിലായാലും ഒക്കെ മെൻറ്ററിങ് എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫോം ഓഫ് ട്രെയിനിങ് മെത്തേഡ്. ശരിക്കും ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ, അല്ലേ? സൈക്കോളജിക്കൽ ആണ് മെൻറ്ററിങ്. കാരണം നമ്മൾ ഒരാളെ സൈക്കോളജിക്കലി മെച്യൂരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൈക്കോളജിക്കലി ട്രീറ്റ് ചെയ്യാം. ഗ്രൂമിങ് ആണ്. ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ഗ്രൂമിങ് ആക്ടിവിറ്റി. Right? So senior person in the organization is responsible for the entire grooming of the junior person. അപ്പോൾ മെൻറ്ററിങ് എന്ന് പറയുമ്പോൾ ഗ്രൂമിങ് ആണ് അവിടെ വരുന്നത്. സോ എ മെൻറ്റർ ആക്ട്സ് ആസ് എ ടീച്ചർ. നമ്മൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയുന്ന ഒരു കാര്യമാണ് മെൻറ്റർ എന്ന് പറയുമ്പോൾ എന്താ. മെൻറ്റർ ഇസ് എ ടീച്ചർ, കൗൺസിലർ, ഗൈഡ്, ഫിലോസഫർ ആൻഡ് വാട്ട് നോട്ട്, എ ഗ്രേറ്റ് സപ്പോർട്ടർ ആൻഡ് എൻറ്റയർ ഫെസിലിറ്റേറ്റർ. ഫുൾ ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യണത് ജൂനിയർ പേഴ്സൻ്റെ. മെൻറ്ററിങ് എന്തിനാണ്? മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സൈക്കോളജിക്കൽ മെച്യൂരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്? ആൻഡ് ഇഫക്റ്റീവ്നെസ് ടു ഗെറ്റ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു മെൻറ്റർ എന്തൊക്കെ ചെയ്യണം? മെൻറ്റീനെ ശ്രദ്ധിക്കണം, മെൻറ്റീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. He should act as a guide. He should be able to build self-confidence. He should be able to provide good counseling. He should be able to teach them.
he should be able to share experiences. എല്ലാം വേണം. ക്ലിയർ? അപ്പോൾ പിന്നെ മെൻറ്ററിങ് പ്രോപ്പർ ആവണമെങ്കിൽ നല്ല ശ്രദ്ധിക്കാൻ കഴിവുള്ള ഒരാളാവണം, നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. ക്ലിയർ? ഒരു ഈഗോ ഇല്ലാതെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളാവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് മെൻറ്ററിങ് പറ്റുള്ളൂ. മെൻറ്ററിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്, മെൻറ്ററിങ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ലോങ് ബാക്ക് ഇറ്റ് സെൽഫ്. ഇൻ ഇന്ത്യ എന്നല്ല പറയേണ്ടത്, നമ്മളെപ്പോഴും പറയാറുണ്ട് ഗുരു ശിഷ്യ ബന്ധം. ആ ഒരു പണ്ടത്തെ കാലത്തെ ആ ഒരു ടീച്ചിങ് ലേണിംഗ് മെത്തഡോളജി അങ്ങനെയായിരുന്നു. അപ്പോൾ അന്ന് മുതലുള്ളതാണ് ഈ മെൻറ്ററിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ്. കാരണം ഈ മെൻറ്ററിങ് സ്ട്രോങ് ആകുമ്പോൾ മാത്രമേ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ മെത്തേഡ്സ് ഒക്കെ സ്ട്രോങ് ആവുള്ളൂ. ഇമോഷണൽ സപ്പോർട്ടാണ് മെൻറ്ററിങ് പ്രൊവൈഡ് ചെയ്യണത്. ക്ലിയർ? ഇപ്പോൾ ഒരുപാട് കമ്പനീസ് മെൻറ്ററിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ടിസ്കോ, കൊക്കക്കോളയൊക്കെ മെൻറ്ററിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് പൊസിഷൻ റൊട്ടേഷൻ. റൈറ്റ്? പൊസിഷൻ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഒരു ട്രെയിനിയുടെ ബാക്ക്ഗ്രൗണ്ട് വലുതാക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അതായത് ട്രെയിനിയുടെ ബാക്ക്ഗ്രൗണ്ട് വലുതാക്കുക പറഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള അയാളുടെ നോളേജ് കൂട്ടുക. അപ്പോൾ എന്താ അറിയോ, ഒരു ജോലിയിൽ നിന്ന് ഒരു ജോലിക്ക് ഇടയ്ക്ക് മാറ്റുക. അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഒരു വലിയ ഓർഗനൈസേഷനിൽ വന്നാൽ പല ഫങ്ഷണൽ ഏരിയാസും ഉണ്ടാവും. ഫങ്ഷണൽ ഏരിയാസിൽ ഒന്നിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ അത് മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ. അതല്ലാതെ he will be keep on rotating the positions. ഒന്നുകിൽ ട്രാൻസ്ഫർ ആവാം, ട്രാൻസ്ഫേഴ്സ് ക്യാൻ ബി പ്രൊവൈഡഡ്, പ്രൊമോഷൻസ് ക്യാൻ ബി പ്രൊവൈഡഡ്, റീപ്ലേസ്മെന്റ്സ് ക്യാൻ ബി ഡൺ. പൊസിഷൻ റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാവും. കാരണം വർക്ക് സഫർ ചെയ്യും. കാരണം ഒന്നിന്ന് വേറെ ഒന്നിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അറിവുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇൻ ദ ലോങ് റൺ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ക്ലിയർ? അപ്പോൾ ടെക്നിക്കൽ നോളേജും സ്കില്ലും ഉള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് ഒരാളിപ്പോൾ ലീവാണ്, ആബ്സെൻ്റ് ആണെങ്കിലും ദ വർക്ക് വിൽ ഗെറ്റ് പ്രോഗ്രസ് ബിക്കോസ് അതർ പേഴ്സൺ നോ വാട്ട് ഇസ് ദ വർക്ക്. ക്ലിയർ? അപ്പോൾ നീഡ്സ് ഒരു എല്ലാവർക്കും പക്ഷെ ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല പൊസിഷൻ റൊട്ടേഷൻ. ചില സമയത്ത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഒരു നല്ല രീതിയിൽ പോവാത്തൊരു കൺസേണിനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ്. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് ഇസ് അപ്രഹെൻഷിപ്പ്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പണ്ടത്തെ കാലം മുതലേ അപ്രന്റീസ്ഷിപ്പ് ഉണ്ട്. നമുക്കിപ്പോൾ സ്കില്ല് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുക. മിക്കപ്പോഴും ഇത് നടക്കുക ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ്? മെഡിസിൻ ആയാലും മെഡിസിനിൽ ഹൗസ് സർജൻസി ഉണ്ട്. ഇറ്റ്സ് എ സോർട്ട് ഓഫ് അപ്രന്റീസ്ഷിപ്പ്. ആൻഡ് ഈവൻ അഡ്വക്കേറ്റ്സിൻ്റെ ഇടയിൽ ഇത് ഭയങ്കര കൂടുതലാണ് അല്ലേ? അഡ്വക്കേറ്റ്സ് ഓൾസോ പ്രാക്ടീസ് സോർട്ട് ഓഫ്. കാരണം ലീഡിങ് ആയിട്ടുള്ള സീനിയർ അഡ്വക്കേറ്റ്സിൻ്റെ കീഴിൽ ജൂനിയർ അഡ്വക്കേറ്റ്സ് അപ്രന്റീസ്ഷിപ്പ് പൈസ ഇല്ലാതെ പോവാ. പൈസ ഉണ്ടാവും, ചെറിയൊരു എമൗണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇന്ന് ടീച്ചിങ്ങിലും അതുണ്ട്. അപ്പോൾ അതൊരു സ്ട്രക്ചേർഡ് പ്രോസസ്സാണ്. കാരണം നമ്മൾ സാധാരണ വർക്ക് ചെയ്യണ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അപ്രന്റീസ്ഷിപ്പിന് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് അതൊരു ഓൺ ദ ജോബ് ട്രെയിനിങ് തന്നെയാണ്. വേർ യു ആർ ട്രെയിൻ ടു ദ മോസ്റ്റ് എക്സ്റ്റെൻറ്റ്. ചിലപ്പോൾ എല്ലാ രീതിയിലും ട്രെയിൻഡ് ആവുമോ ചോദിച്ചാൽ ഒരുവിധം എല്ലാ രീതിയിലും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ സീനിയേഴ്സിന് താല്പര്യം ഉണ്ടാവും. സോ this is also a type of on the job training. So see how much we have completed. JIT nammal complete idu, coaching is over, mentoring, position rotation, and finally apprenticeship is over. And you have one more committee assignments which we will deal in the next class. Okay, adu kazhinja on the job training inde advantage um disadvantage um discuss cheyidittu we shall move to the of the job training. Okay, till then take care, bye bye.